ഫെബ്രുവരി 23 മുതൽ പുതിയ മലയാള സിനിമകൾ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്കിന്റെ ആഹ്വാനം. സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം. സിനിമകൾ പ്രദർശിപ്പിക്കാൻ പ്രൊജക്ടറുകൾ വാടകയ്ക്ക് എടുക്കുന്നതാണ് ഇപ്പോൾ തുടരുന്ന രീതി. എന്നാൽ നിർമ്മാതാക്കളുടെ പുതിയ നയമനുസരിച്ച് കോടികൾ ചിലവാക്കി പുതിയ പ്രൊജക്ടറുകൾ വാങ്ങേണ്ടി വരുമെന്നാണ് ഫിയോക്കിന്റെ പ്രധാന ആരോപണം. പ്രൊജക്ടർ വളരെ എക്സ്പെൻസീവായി മാറുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത്. പണ്ട് 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു പ്രൊജക്ടർ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് 50 ലക്ഷം രൂപ മുതൽ മുകളിലോട്ടാണ് ഓരോ പ്രൊജക്ടറിൻ്റെയും വില. ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ തിയേറ്ററുകളിൽ പ്രൊജക്ടർ ഏതാണെന്ന് നോക്കാതെ, കണ്ടന്റ് ഏതാണെന്ന് നോക്കാതെ സിനിമ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവിടെ സമരമില്ല, ഒന്നുമില്ല. വ്യവസ്ഥകൾ ലംഘിച്ച് സിനിമകൾ നേരത്തെ OTTയിൽ റിലീസ് ചെയ്യുന്നുവെന്നും ഫിയോക്ക് ആരോപിക്കുന്നു. തിയേറ്ററിക്കൽ റിലീസിന് ശേഷം 42 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ചാനലിലോട്ട് ചിത്രം കൊടുക്കാവൂ എന്നുള്ള ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം തുടർച്ചയായിട്ട് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. 20ാമത്തെ ദിവസം മുതലോ 15ാം ദിവസം മുതലോ അതിൻ്റെ പരസ്യം TV-യിൽ വന്നു തുടങ്ങുകയും ചെയ്യും. ഏകദേശം ആ പരസ്യം ഇന്ന തീയതി മുതൽ ഇന്ന ചിത്രം OTTയിൽ വരുന്നു, വേറെ ചാനലിൽ വരുന്നു എന്ന് കണ്ടാൽ ആരെങ്കിലും എൻ്റെ തിയേറ്ററിൽ പോയി സിനിമ കാണും. അനുകൂല പ്രതികരണം ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന ഉറച്ച നിലപാടിലാണ് ഫിയോക്ക്. നിലവിൽ റിലീസ് ചെയ്ത മലയാള സിനിമകൾ പ്രദർശനം തുടരും. ആദിത്യൻ ഓമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.